പോലീസുകാരും നാട്ടുകാരും ചേർന്നുള്ള വടംവലിയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. കാടിന് നടുവിലെ അച്ചൻകോവിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ തേക്കുമരം മുറിച്ചിടാനുള്ള ഭഗീരഥ പ്രയത്നമാണിത്. ഒരു ഭാഗത്ത് റോഡ്, അടുത്ത ഭാഗത്ത് അങ്കണവാടി, മുന്നിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം. അവിടേക്കൊന്നും മരം വീണ് നാശമുണ്ടാകാതെ സുരക്ഷിതമായി നിലത്തിടണം. അങ്ങനെയൊരു ടാസ്കാണ് പോലീസുകാർക്കും നാട്ടുകാർക്കും വന്നു ചേർന്നത്. റാങ്കും പദവിയുമൊക്കെ മാറ്റിവെച്ച് പോലീസുകാർ യൂണിഫോമിൽ തന്നെ മരം നിലത്തിടാൻ തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണല്ലോ ചൊല്ല്. ശരീരമൊക്കെ അനങ്ങിയിട്ട് കുറച്ചു നാളായെന്ന മട്ടിലിറങ്ങിയ പോലീസിനൊപ്പം ഐകമത്യം മഹാബലം തന്നെയെന്ന് പറഞ്ഞ് നാട്ടുകാരും ഒപ്പം ചേർന്ന് ആഞ്ഞു പിടിച്ചു. വലിയുടെ ശക്തി കൂടിയപ്പോൾ ഇടയ്ക്ക് കയറൊന്നു പൊട്ടി. എന്നാലും ശ്രമം ഉപേക്ഷിച്ചില്ല. തലയ്ക്ക് മീതെ അപകട ഭീഷണി ഉയർത്തിയ തേക്കുമരം നിലത്തിട്ടേ മതിയാവൂ. ഒന്നല്ല, രണ്ടെണ്ണമുണ്ട്. മരം മുറിക്കാൻ വന്ന ഏതാനും തൊഴിലാളികളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടാത്ത സാഹചര്യം. ഒടുവിൽ ചുവട് ദ്രവിച്ച മരങ്ങൾ രണ്ടും എല്ലാവരുടെയും കൂട്ടായ്മയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. എല്ലാവർക്കും ആശ്വാസം. എല്ലാത്തിനും നേതൃത്വം നൽകി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ സുഗുനാഥും ആദ്യ അവസാനം ഒപ്പം കൂടി. അത് കേടുവന്ന് ചെതലായി നിന്നതിന്റെ പേരിൽ ഇവർ പഞ്ചായത്തിൽ പരാതി തരികയും ആ പഞ്ചായത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫോറസ്റ്റിലേക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തു. ഫോറസ്റ്റിന്റെ അവർക്ക് അനുമതി മുറിക്കുന്നതിനുള്ള അനുമതി അവർ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ SP-ക്ക് അതിന്റെ പഞ്ചായത്തിൽ നിന്നുള്ള പരാതി ഫോർവേഡ് ചെയ്ത് അത് തിരിച്ച് സ്റ്റേഷനിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അംഗൻവാടി അടുത്തുള്ളതിനാൽ അത് അപകടകരമായി നിൽക്കുന്നതിന് കൊണ്ട് നമുക്ക് ഈ തേക്കുമരം അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ടതുണ്ട്. ഇപ്പോഴത്തെ മഴയും കാറ്റും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ തേക്കുമരം ഇന്ന് മുറിച്ച് പഞ്ചായത്തിന്റെ 2-ാം വാർഡിന്റെ അതിൽ നിന്ന് നിൽക്കുന്ന ഈ മരം നമ്മളിന്ന് മുറിച്ചു മാറ്റുകയാണ്. ഏറെ നാളത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ 2 തേക്കുമരങ്ങളും എല്ലാ അനുമതികളോടും കൂടി മുറിച്ചു മാറ്റാനായത്. അതുവരെ കാറ്റിലും മഴയിലും വീഴാതെ നിന്ന തേക്കുമരങ്ങൾക്ക് നന്ദി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.